കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന പകർച്ചവ്യാധികൾ തടയുന്നതിന്റെ ഭാഗമായി കൊതുക് നശീകരണത്തിനും ഉറവിട നശീകരണത്തിനുമായി ആരോഗ്യവകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നിയമങ്ങൾ കർശനമാക്കിയിരിക്കുകയാണ്. സ്വന്തം വീട്ടുപറമ്പിലോ സ്ഥാപനങ്ങളിലോ കൊതുക് വളരുന്ന സാഹചര്യം ഉണ്ടായാൽ വലിയ തുക പിഴയും നിയമ നടപടികളും നേരിടേണ്ടി വരുമെന്നത് പൊതുജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. വർഷാവർഷമുണ്ടാകുന്ന ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, എലിപ്പനി തുടങ്ങിയ പകർച്ചവ്യാധികൾ നിയന്ത്രിക്കുന്നതിൽ പൊതുജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കാനാണ് സർക്കാർ ഇത്തരം കടുത്ത തീരുമാനങ്ങളിലേക്ക് കടന്നത്. കേവലം ബോധവൽക്കരണം കൊണ്ട് മാത്രം ആളുകൾ വീടും പരിസരം വൃത്തിയായി സൂക്ഷിക്കില്ലെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് പിഴ ഈടാക്കാനും കേസെടുക്കാനും തീരുമാനിച്ചത്. കൊതുകിന്റെ ഉറവിടം കണ്ടെത്തിയാൽ സാഹചര്യത്തിന്റെ ഗൗരവം അനുസരിച്ച് 2000 രൂപ മുതൽ 10,000 രൂപ വരെ പിഴ ഈടാക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അധികാരമുണ്ട്. ആവർത്തിച്ച് വീഴ്ച വരുത്തുന്നവർക്കെതിരെ പകർച്ചവ്യാധി പ്രതിരോധ നിയമപ്രകാരവും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ പൊതുജനാരോഗ്യത്തിന് ഭംഗം വരുത്തുന്ന വകുപ്പുകൾ പ്രകാരവും കേസെടുക്കാൻ പോലീസിനും ആരോഗ്യ വകുപ്പിനും കഴിയും. ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിലുള്ള സ്ക്വാഡുകൾ വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും നിർമ്മാണ സ്ഥലങ്ങളിലും മുൻകൂട്ടി അറിയിക്കാതെ പരിശോധന നടത്തും. സ്വന്തം പുരയിടം കൊതുക് വിമുക്തമാക്കി സൂക്ഷിക്കുക എന്ന ഓരോ പൗരന്റെയും കടമയാണ്. വീടുകളിൽ സാധാരണയായി കൊതുക് വളരാൻ സാധ്യതയുള്ള ഇടങ്ങൾ ഇവയാണ്: വെള്ളം കെട്ടിക്കിടക്കുന്ന ടെറസുകൾ, പൈപ്പുകൾ അടഞ്ഞു പോകുന്നത് വഴിയുള്ള വെള്ളക്കെട്ടുകൾ, മുറ്റത്തോ പറമ്പിലോ കിടക്കുന്ന ചിരട്ടകൾ, പ്ലാസ്റ്റിക് കപ്പുകൾ, ഒഴിഞ്ഞ കുപ്പികൾ, ടയറുകൾ, ഇൻഡോർ പ്ലാന്റുകളുടെയും മണി പ്ലാന്റുകളുടെയും ചെടികൾക്ക് താഴെ വയ്ക്കുന്ന പ്ലേറ്റുകളിലെ വെള്ളം, ഫ്രിഡ്ജിന് പിന്നിൽ വെള്ളം ശേഖരിക്കുന്ന ട്രേ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വൃത്തിയാക്കിയില്ലെങ്കിൽ അത് കൊതുകുകളുടെ പ്രധാന താവളമായി മാറും. ഇവയെല്ലാം കൃത്യമായി പരിശോധിച്ച് ഡ്രൈ ഡേ ആചരിക്കേണ്ടത് വീട്ടുടമസ്ഥന്റെ നിർബന്ധിത ചുമതലയാണ്. ഇതിൽ വീഴ്ച വരുത്തിയാൽ പിഴ ഒടുക്കേണ്ടി വരും. വീട്ടുടമസ്ഥർക്കെതിരെ നടപടിയെടുക്കുമ്പോൾ സ്വാഭാവികമായും പൊതുജനങ്ങൾ ഉയർത്തുന്ന ഏറ്റവും പ്രസക്തമായ ചോദ്യമാണിത്. റോഡുകളിലും പൊതുസ്ഥലങ്ങളിലും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിനും ചീഞ്ഞു നാറുന്ന മാലിന്യങ്ങൾക്കും ആരാണ് പിഴയടയ്ക്കേണ്ടത്? അവിടെ വളരുന്ന കൊതുകുകൾക്ക് ആരെയാണ് ശിക്ഷിക്കേണ്ടത്? പൊതുയിടങ്ങളിൽ കൊതുക് ഉൽപാദനത്തിന് ഉത്തരവാദികളെ കണ്ടെത്തുന്നത് പലപ്പോഴും സങ്കീർണമാണ്. എങ്കിലും നിയമപരമായി ഇതിന് കൃത്യമായ വ്യവസ്ഥകളുമുണ്ട്. കേരള മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ പഞ്ചായത്ത് രാജ് നിയമപ്രകാരം പൊതുവഴികൾ, പൊതുതോടുകൾ, പൊതുസ്ഥലങ്ങൾ എന്നിവ വൃത്തിയായി സൂക്ഷിക്കേണ്ടത് അതാത് തദ്ദേശ സ്ഥാപനങ്ങളുടെ നിയമപരമായ ബാധ്യതയാണ്. ഡ്രൈനേജുകൾ കൃത്യമായി വൃത്തിയാക്കാതെ വെള്ളം കെട്ടിക്കിടന്നാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം നഗരസഭയ്ക്കോ പഞ്ചായത്തിനോ ആണ്. പൊതുസ്ഥലങ്ങളിൽ മാലിന്യം കുന്നുകൂടി കിടന്ന് കൊതുക് പെരുകിയാൽ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർക്കും ഭരണസമിതിക്കുമാണ് വീഴ്ച പറ്റുന്നത്. റോഡരികിലെ കുഴികളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതും ശാസ്ത്രീയമല്ലാത്ത റോഡ് നിർമ്മാണം കാരണം വെള്ളമൊഴുക്ക് തടസ്സപ്പെടുന്നതും കൊതുക് പെരുപ്പത്തിന് കാരണമാകാറുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ റോഡിന്റെ ചുമതലയുള്ള PWD അല്ലെങ്കിൽ നാഷണൽ ഹൈവേ അതോറിറ്റിക്കാണ് ഇതിന്റെ ഉത്തരവാദിത്തം. നിയമം നടപ്പിലാക്കുമ്പോൾ പ്രായോഗികമായി വലിയ രീതിയിലുള്ള വിവേചനം ഉണ്ടാകുന്നുണ്ടെന്നാണ് പൊതുവെയുള്ള പരാതി. സ്വന്തം വീട്ടിലെ ചെടിച്ചട്ടിയിൽ വെള്ളം കണ്ടതിന് പാവപ്പെട്ട വീട്ടുടമസ്ഥന് 5000 രൂപ പിഴ ചുമത്തുന്ന ഉദ്യോഗസ്ഥർ തൊട്ടടുത്ത പൊതുവോട വർഷങ്ങളായി അടഞ്ഞുകിടക്കുന്നതിനെതിരെ കണ്ണടയ്ക്കുന്നു. പൊതുസ്ഥലങ്ങളിലെ മാലിന്യ കൂമ്പാരങ്ങൾ നീക്കം ചെയ്യാത്ത തദ്ദേശ സ്ഥാപനങ്ങളെ സെക്രട്ടറിമാർക്കോ ഉദ്യോഗസ്ഥർക്കോ എതിരെ പിഴ ചുമത്താൻ സാധാരണക്കാർക്ക് നിയമപരമായി എളുപ്പമല്ല. ഇത് ജനങ്ങളിൽ വലിയ അമർഷം ഉണ്ടാക്കുന്നുമുണ്ട്. സ്വകാര്യ വ്യക്തികളെ ശിക്ഷിക്കുന്നതിൽ കാണിക്കുന്ന ആവേശം പൊതു ഓടകൾ നവീകരിക്കുന്നതിലും മലിനജലം ഒഴുക്കിക്കളയുന്നതിലും അധികൃതർ കാണിക്കുന്നില്ല എന്ന ആക്ഷേപവും ശക്തമാണ്. കൊതുക് നിവാരണം എന്നത് പിഴ ഈടാക്കാൻ മാത്രമുള്ള ഒരു ശിക്ഷാ നടപടിയായി മാറരുത്. അത് ആരോഗ്യകരമായ ഒരു സാമൂഹ്യ സൃഷ്ടിയായിരിക്കണം. അതിനായി നിരവധി കാര്യങ്ങൾ നടപ്പിലാക്കേണ്ടതുണ്ട്. വ്യക്തികൾ സ്വന്തം വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുമ്പോൾ തന്നെ പൊതുസ്ഥലങ്ങൾ വൃത്തിയാക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളും വാർഡ് കൗൺസിലർമാരും മുൻകൈ എടുക്കണം. തങ്ങളുടെ പരിധിയിലുള്ള പൊതുയിടങ്ങളിൽ കൊതുക് വളരുന്ന സാഹചര്യം ഒഴിവാക്കാൻ പരാജയപ്പെടുന്ന ഉദ്യോഗസ്ഥർക്കെതിരെയും പിഴയോ വകുപ്പുതല നടപടികളോ സ്വീകരിക്കണം. പൊതുസ്ഥലങ്ങളിൽ മാലിന്യം തള്ളുന്നത് തടയാൻ ക്യാമറകൾ സ്ഥാപിക്കുകയും സ്രോതസ്സുകളിൽ തന്നെ മാലിന്യം സംസ്കരിക്കാനുള്ള സംവിധാനങ്ങൾ നഗരസഭകൾ ഒരുക്കുകയും വേണം. നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമായിരിക്കണം. വൻകിട നിർമ്മാണ സൈറ്റുകൾ, സർക്കാർ ഓഫീസുകൾ, പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങളിലും കർശനമായി പരിശോധന നടത്തണം. വീട്ടിൽ കൊതുകിനെ വളർത്തുന്നത് തടയാൻ പിഴ ചുമത്തുന്ന സർക്കാർ തീരുമാനം നല്ലൊരു ഉദ്ദേശത്തോടെ ഉള്ളതാണെങ്കിലും പൊതുവിടങ്ങളിലെ കൊതുക് ഉൽപാദനത്തിന് അധികാരികൾ മറുപടി പറയേണ്ടതുണ്ട്. വ്യക്തിപരമായ ശുചിത്വവും ഭരണകൂടത്തിന്റെ കൃത്യമായ ഇടപെടലുകളും ഒത്തുചേർന്നാൽ മാത്രമേ പണം പിരിക്കൽ എന്നതിനപ്പുറം കൊതുക് നിവാരണം എന്ന ലക്ഷ്യം പൂർണ്ണതോതിൽ വിജയിക്കുകയുള്ളൂ. നിയമങ്ങൾ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനുള്ളതാകരുത്, മറിച്ച് അവരുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയുള്ളതാകണം.